നമസ്കാരം. ചാരപ്രവർത്തനം ആരോപിച്ച് ഖത്തറിൽ തടവിലാക്കപ്പെട്ട 8 മുൻ ഇന്ത്യൻ നാവികരുടെ വധശിക്ഷ റദ്ദാക്കി. ശിക്ഷ ഇളവ് ചെയ്തെന്ന് വിദേശകാര്യ മന്ത്രാലയമാണ് അറിയിച്ചത്. മലയാളി ഉൾപ്പെടെ 8 ഇന്ത്യക്കാർക്കായിരുന്നു വധശിക്ഷ വിധിച്ചിരുന്നത്. അപ്പീൽ കോടതിയാണ് ശിക്ഷയിൽ ഇളവ് നൽകിയതെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വധശിക്ഷ ജയിൽ ശിക്ഷയായിട്ടാണ് കുറിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് നാവികർ അറസ്റ്റിലായത്. നേരത്തെ കുടുംബങ്ങൾ സമർപ്പിച്ച അപ്പീലിന് അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. വളരെ ഗുരുതരമായ കേസാണിതെന്നും നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബാഗ്ചി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. കേസ് വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല. വിധി അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ്. ബന്ധപ്പെട്ട നിയമസംഘത്തിന് മാത്രമാണ് കേസ് വിവരങ്ങൾ പങ്കുവച്ചിട്ടുള്ളത്. നമ്മൾ കൂടുതൽ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബാഗ്ചി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. നാവിക ഉദ്യോഗസ്ഥരുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് വരികയാണ്. ഡൽഹിയിൽ വെച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കുടുംബങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സാധ്യമായ എല്ലാ നിയമസഹായവും കോൺസുലേറ്റിന്റെ പിന്തുണയും നാവികർക്ക് തുടർന്ന് നൽകുമെന്നും ബാഗ്ചി പറഞ്ഞിരുന്നു. ക്യാപ്റ്റൻ നവ്തേജ് സിംഗ് ഗിൽ, ക്യാപ്റ്റൻ ബീരേന്ദ്ര കുമാർ വർമ്മ, ക്യാപ്റ്റൻ സൗരഭ് വസിഷ്ഠ്, കമാൻഡർ അമിത് നാഗ്പാൽ, കമാൻഡർ പൂർണേന്ദു തിവാരി, കമാൻഡർ സുഗണാകർ പകാല, കമാൻഡർ സഞ്ജീവ് ഗുപ്ത, നാവികൻ രാകേഷ് ഗോപകുമാർ എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളതെന്നായിരുന്നു റിപ്പോർട്ട്. രാകേഷ് തിരുവനന്തപുരം സ്വദേശിയാണെന്നാണ് സൂചന. നവ്തേജ് സിംഗ് ഗിൽ രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ജേതാവാണ്. നാവികസേനയിൽ നിന്ന് വിരമിച്ച ശേഷം ഖത്തറിലെ സ്വകാര്യ കമ്പനിയായ അൽ ദഹ്റയിൽ ജോലി ചെയ്യുകയായിരുന്നു ഇവർ. 2022 ഓഗസ്റ്റിലാണ് ഖത്തർ ഇന്റലിജൻസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. സൈനിക സേവനം നൽകുന്ന കമ്പനിയുടെ ഉടമയായ ഖത്തർ പൗരനും കേസിൽ അറസ്റ്റിലായിരുന്നെങ്കിലും നവംബറിൽ മോചിപ്പിച്ചിരുന്നു. മാർച്ചിലായിരുന്നു വിചാരണ ആരംഭിച്ചത്. ഖത്തർ നാവികസേനയ്ക്ക് പരിശീലനം നൽകുകയും ഇതോടൊപ്പം മറ്റ് അനുബന്ധ ഉപകരണങ്ങളും നൽകുന്ന കമ്പനിയാണ് അൽ ദഹ്റ. ഈ കമ്പനിയിലേക്ക് പോയവരെയായിരുന്നു അറസ്റ്റ് ചെയ്തത്. എന്നാൽ എന്തിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. എന്തൊക്കെയാണ് ഇവർക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ എന്നതിനെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല. വിചാരണ വളരെ രഹസ്യമായിരുന്നതിനാൽ ആദ്യഘട്ടത്തിൽ ഇന്ത്യക്ക് ഇടപെടുന്നതിന് പരിമിതികളുണ്ടായിരുന്നു. എന്നാൽ വിഷയത്തിൽ ഇന്ത്യൻ സർക്കാരും ഖത്തർ സർക്കാരും തമ്മിൽ ചർച്ചകൾ നടത്തി വരികയായിരുന്നു. അതിനിടയിലായിരുന്നു വധശിക്ഷ വിധിച്ചതായി പുറത്തു വന്നതും. തടവിലായ ഉദ്യോഗസ്ഥർക്ക് 60 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെന്നാണ് വിവരം. കഴിഞ്ഞ ഒരു വർഷമായി ഇവർ ഖത്തറിൽ ജയിലിൽ കഴിയുകയാണ്. വിചാരണയ്ക്ക് ശേഷം ഇവർക്ക് വധശിക്ഷ വിധിച്ചതായിട്ടായിരുന്നു പുറത്തു വന്ന വിവരം. ഇറ്റാലിയൻ സാങ്കേതിക വിദ്യ ആധാരമാക്കിയുള്ള ചാര അന്തർവാഹിനികളുടെ പദ്ധതിയിലാണ് ചില ഇന്ത്യൻ നാവികർ ജോലി ചെയ്തിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേലിന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയെന്നാണ് ആരോപണമെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ ഖത്തർ നാവികസേനയ്ക്കും ആ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും വേണ്ടിയാണ് നാവികർ ജോലി ചെയ്തതെന്നും ചാരപ്രവർത്തനം എന്ന ആരോപണത്തിന് തെളിവില്ലെന്നും ഇവരുടെ കുടുംബങ്ങൾ വാദിച്ചിരുന്നു. 2022 ഓഗസ്റ്റ് മുതൽ ഇവർ ഖത്തറിലെ ജയിലിൽ കഴിയുകയാണ്. കഴിഞ്ഞ മാർച്ചിൽ ഇവർ വിചാരണയ്ക്ക് വിധേയരായിരുന്നു. ഇവരുടെ ജാമ്യാപേക്ഷകൾ നിരവധി തവണ തള്ളിയ ഖത്തർ അധികൃതർ തടവ് ശിക്ഷ നീട്ടുകയായിരുന്നു. എന്തിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്നും വ്യക്തമാക്കിയിരുന്നില്ല. ഒക്ടോബർ 3 ഇന്ത്യയുടെ കോൺസൽ അധികൃതരുടെ സന്ദർശനത്തിന് ശേഷമാണ് 8 പേരും ഏകാന്ത തടവിലാണെന്ന വിവരം പോലും പുറത്തു വന്നത്. 8 പേരും ഖത്തർ നാവികസേനയെ പരിശീലിപ്പിക്കുന്ന സ്വകാര്യ സ്ഥാപനത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ദോഹയിലെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി മുൻ പരിചയമുണ്ടായിരുന്നുവെന്നും തുടർന്നുണ്ടായ സൗഹൃദ സംഭാഷണമാണ് സംശയത്തിലേക്കും അറസ്റ്റിലേക്കും നീണ്ടതെന്നുമായിരുന്നു വിവരം. പാകിസ്ഥാൻ നൽകിയ തെറ്റായ വിവരങ്ങളാണ് പ്രശ്നമുണ്ടാക്കിയതെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ദഹ്റ ഗ്ലോബൽ ടെക്നോളജീസ് ആൻഡ് കൺസൾട്ടൻസി എന്ന കമ്പനിയിലെ ഉദ്യോഗസ്ഥർക്കെതിരെയായിരുന്നു നടപടി. ഖത്തർ സേനയ്ക്ക് പരിശീലനവും മറ്റ് സേവനങ്ങളും നൽകുന്ന സ്വകാര്യ കമ്പനിയാണിത്. ഖത്തറിലെ കോർട്ട് ഓഫ് ഫസ്റ്റ് ഇൻസ്റ്റൻസ് ആയിരുന്നു ഉദ്യോഗസ്ഥർക്ക് വധശിക്ഷ വിധിച്ചത്. ഇതിലാണ് ഇപ്പോൾ ഇളവ് ലഭിച്ചിരിക്കുന്നത്.